നടക്കുന്ന നമ്മുടെ KEAM എക്സാം തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എക്സാമിന് മുന്നേ ആയിട്ട് ഒരു മോക്ക് ടെസ്റ്റ്, അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ എത്രത്തോളം പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് സ്പീഡിലെല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ടൈം മാനേജ് ചെയ്തുകൊണ്ട് എക്സാം എഴുതാൻ പറ്റുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർ മെത്തേഡാണ് നമ്മുടെ മോക്ക് എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമിനോ ഫാമിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മോക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളവരെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഏപ്രിൽ 22 നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്? എക്സാം ഓൺലൈൻ ആയിരിക്കും, ഒരു ക്വസ്റ്റ്യൻസിനും എത്ര മാർക്കാണ്, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ മോക്ക് എക്സാമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് എക്സാം ഉണ്ടാവുക? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ KEAM എക്സാം എങ്ങനെയാണോ അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഏപ്രിൽ 22 നമ്മുടെ ഡേറ്റ് വരുന്നത് കേട്ടോ. ഏപ്രിൽ 22 നമ്മുടെ മോക്ക് ടെസ്റ്റ് വരുന്നത്. ഇത് ഓൺലൈൻ ആയിട്ടായിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. എങ്ങനെയായിരിക്കും മക്കളെ? ഓൺലൈൻ ആയിട്ടാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഉണ്ടായിരിക്കും, എക്സാമിൻ്റെ ലിങ്ക് ആണത്. ആ ലിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്ത് ചെയ്യണം എൻ്റെ കുട്ടികൾ? ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. നാളെ കറക്റ്റ് 9 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓപ്പൺ ആവും. അപ്പോൾ 9 മണി മുതൽ നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ കറക്റ്റ് 9 മണിയാകുമ്പോൾ നാളെ നിങ്ങൾ ആ ലിങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എക്സാം ടാബിലേക്കായിരിക്കും നിങ്ങൾ ഡയറക്റ്റ്ലി പോകുന്നത്. അപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് നമ്മുടെ എക്സാം വരുന്നത്. നമ്മുടെ ഓരോ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിനും KEAM എക്സാമിനുള്ളത് പോലെ തന്നെ ഒരു കറക്റ്റ് ആൻസറിനും 4 മാർക്കാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. തെറ്റായിട്ടുള്ള ഉത്തരത്തിന് എന്താണ്? -1 വെച്ച് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പിലാണ്. കറക്റ്റ് 9 മണിയാകുമ്പോൾ ഏപ്രിൽ 22 അതായത് നാളെ കറക്റ്റ് 9 മണിയാകുമ്പോൾ നമ്മുടെ എക്സാം ലിങ്ക് ഓപ്പൺ ആയിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ആരും ഇത് അറ്റൻഡ് ചെയ്യാതിരിക്കരുത് കേട്ടോ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടില്ല സിലബസ്, എല്ലാ ക്ലാസ്സും കണ്ടു കഴിഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ ഈ മോക്ക് എക്സാമിൽ നിന്നും മാറി നിൽക്കരുത്. നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു എക്സാം എഴുതുക. കാരണം ഇതൊരു ട്രയലാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ എക്സാമിൻ്റെ അന്ന് പോയിട്ട് അത് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫിയറും ആ ഒരു ടെൻഷനും ഒരുപാട് ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു മോക്ക് എക്സാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ എല്ലാവരും കറക്റ്റ് 9 മണിയാകുമ്പോൾ നമ്മുടെ ഈ ഒരു മോക്ക് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുക. നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം നാളത്തെ മോക്ക് എക്സാമിൻ്റെ കാര്യം ആരും മറക്കേണ്ട.